അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഐബിയുടെ മണിയറയിലാണ്. നമ്മുടെ ഐബിയുടെ മണിയറ നമ്മളിനി സെക്കൻഡ് ലാസ്റ്റ് ഇനി ഒരാൾ കൂടെ ബാക്കിയുള്ളൂ നമ്മുടെ ടീമിൽ. ഇനി അമി സാറാണ് ബാക്കിയുള്ളത്. ഐബി സാറിന്റെ കല്യാണം കഴിഞ്ഞു. ഇതാണ് മുറി. ഹാപ്പി വെഡിങ് സെറ്റപ്പ്. ശൗചാലയം ഉണ്ടോ ഇവിടെ? അറ്റാച്ച്ഡ് ശൗചാലയം ഇല്ല, അതുകൊണ്ട് നമുക്കത് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. ഇപ്പൊ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി സബീർ ഉണ്ട്. വിവാഹത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സബീർ പറയും വിവാഹത്തെ പറ്റി അല്ലെങ്കിൽ ഐബിയുടെ പറ്റിയത്. വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ചെക്കൻ പെണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് തലക്ക് കൈ കൊടുത്ത കാര്യം പറഞ്ഞപ്പോഴാണ് തലയെ കൈ വെച്ച് ചെല്ലേണ്ട പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. നോക്കി കണ്ട് ചെയ്യും. പിന്നെ അമ്മിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അമ്മി മാത്രമുള്ള അമ്മി ഭയങ്കര ഡെസ്പാണ്, ഭയങ്കര പ്രശ്നത്തിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ചിരിച്ച് ചുറ്റുമുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. എന്താണ് ഐബിയുടെ കല്യാണം കൂടെ കഴിയുമ്പോൾ താങ്കൾക്ക് ഒരു കൂട്ടുണ്ടായിരുന്നു, ആ കൂട്ട് ഇല്ലാതാവുകയാണ്. ഇനി എന്ത് ചെയ്യും? ഞാൻ ചുരുക്കി പറഞ്ഞാല് ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ ഈ ഒരു നിമിഷത്തിൽ അറിഞ്ഞു പോവുകയാണ്. ഇന്നലെ വരെ കട്ടക്കെട്ടായിരുന്ന സുമീർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂട്ടിനില്ല എന്നറിയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വൈകിയ വേളയിൽ അവന് അവര് ഇഷ്ടപ്പെട്ട രീതിയിലൊരു നല്ലൊരു ജീവിതം കിട്ടിയതിൽ ഉള്ള സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ മറച്ചു വെക്കുന്നില്ല. എല്ലാവിധ മംഗളാശംസകളും സുമീറിന് നേർന്നുകൊണ്ട് ഞാൻ ഈ എളിയ സംസാരം ഷെഫീഖുണ്ട്, നമുക്ക് ആർമറാണ്. ആദ്യം കേട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വിവാഹത്തെപ്പറ്റി വളരെയധികം വിവാഹത്തെപ്പറ്റി ഗവേഷണം നടത്തുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പിന്നീട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർക്ക് വ്യക്തമായ ഉദ്ബോധന ക്ലാസുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് വളരെ നിപുണനായ വ്യക്തിയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒന്നുമല്ല, ഇവര് നിർബന്ധിച്ചപ്പോ ഇവരങ്ങോട്ട് കെട്ടി. ഇവര് മുമ്പിൽ ഇനി ബ്ലാങ്ക് അല്ലേ, ഇന്നലെ നിർബന്ധിച്ചപ്പോ കെട്ടി. എന്ത് ഉദ്ദേശത്തിലാന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് വൻ പെടലാണ് വിടാൻ പോകുന്നത്. ഈ അമി പറഞ്ഞ മൊത്തം ഒറ്റപ്പെടലല്ല, ഇത് വൻ പെടലാണ്. ഇത് കൂടിയ ശേഖരം മനസ്സിലാവുന്നത്. മനാഫുണ്ട്. മനാഫ് എന്താണ് പ്രത്യേകിച്ച് എന്താ പറയാനാണ്? വൈകിയ വേളയിൽ ഐബിക്ക് വിവാഹമംഗളം അല്ലേ? ഐബിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഐബിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അതൊക്കെ നേരിട്ട് പറഞ്ഞിട്ട്. പിന്നെ ഷിയാസ് ഉണ്ട്, നമ്മുടെ ഐബിയുടെ ശിഷ്യനായിരുന്നു. ഷിയാസ് ഇപ്പൊ ഇവിടെ ഉണ്ട്. എന്താണ് കല്യാണത്തിന് ഇത് ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് ചോരയും നീരും ഒഴുക്കി കഷ്ടപ്പെടുകയുണ്ടായ എന്താണ് ഈ വിവാഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ പറ്റി എന്താ പറയുന്നത്? അതാണ് പറയാനുള്ളത്. അള്ളാഹുവിന്റെ സ്തുതി. അപ്പൊ എല്ലാ സ്തുതികളും സർവ്വലോക രക്ഷിതാവിനെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർത്തുകയാണ്. അവന്റെ പേരെന്താ? അവന് നമ്മുടെ ഇർഷാദ് ഉണ്ട്. ഇർഷാദിന് എന്താണ് ഇപ്പൊ ഈ അവസ്ഥയിൽ എന്താണ് പറയുന്നത്? ഭാഗ്യം എന്നാണ് പറയുന്നത്. പക്ഷെ കർമ്മ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആസിഫുണ്ട്. ഇനി ആസിഫ് അവസാനമായിട്ട് ആസിഫിനോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ആസിഫിന്റെ മുഖത്ത് ആ ചുവപ്പ് കണ്ട, ആ ഒരു ചിരി കണ്ട. ആസിഫ് കുറച്ച് നാളായിട്ട് നല്ല ഒരു ഫ്രഷ് മൂഡിലാണ്. ആസിഫ് ഐബിയുടെ വിവാഹം നടന്നു കാണുമെന്ന് ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് പ്രാർത്ഥനയോടെ നടന്നിരുന്ന ഒരാളാണ് ആസിഫ്. അപ്പൊ ആസിഫിന് ഈ ഘട്ടത്തിൽ എന്താണ് ആസിഫ് പറയാനുള്ളത്? എന്താ പറയാ, എന്തെങ്കിലും പറയാം. രണ്ട് വാക്കിലൊതുക്കൂല. തുടങ്ങിയാ പിന്നെ പറഞ്ഞാൽ ചിലപ്പോ വേറെ വല്ല അർത്ഥങ്ങളായാലും. അതുകൊണ്ട് എന്നാലും എന്താ പറഞ്ഞ അവനെ ആഗ്രഹിച്ച പോലെ അവനിക്ക് കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷകരമാണ്.
പിന്നെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം പറയാണ്ട്, ആഴ്ചയിൽ കിട്ടുന്ന 1000 രൂപയുടെ ലോഡ് അതാണ് കാരണം എന്നാണ് എൻ്റെ ഒരു. ബാക്കി ഇപ്പൊ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബിജു മേനോന്റെ അവസ്ഥയായതുകൊണ്ട് ഇപ്പൊ കിട്ടാത്ത അവസ്ഥയായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഒരു നല്ലൊരു അലയൻസ് ഒത്തുവന്നു, എന്തായാലും കൊള്ളാം. നമ്മുടെ സിനിമയിലും മറ്റും കണ്ട പോലുള്ള ഒരു കല്യാണമാണ്. അപ്പൊ അതൊരു വളരെ രസകരമായ രീതിയിൽ ഒത്തുചേർന്നു. ചെറിയ പരിപാടിയാണെങ്കിലും വൻ വിജയമാക്കി തീർത്തു. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വളരെ ഉഷാറായിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായ ഒരു കല്യാണമായിരുന്നു. അൽഹംദുലില്ലാ. നമ്മള് ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന പ്രിയ സുഹൃത്ത് ഐബിക്കും പ്രിയ പത്നിക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നമ്മള് ശൗചാലയം നോക്കി, ശൗചാലയം മുറിക്കകത്തല്ല പുറത്താണ്. അപ്പൊ അത് കിട്ടും. ഓക്കെ, ഇനി അമ്മയുടെ കല്യാണത്തിന് കാണാം.